ഇന്റർവ്യൂ സ്റ്റാർ ധ്യാൻ ശ്രീനിവാസന്റെ ആപ് കൈസേ ഹോ സിനിമ കണ്ടു. പുള്ളി തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. നായകൻ പുള്ളിയാണ്. വിനയ് തോമസ് ആണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂ സ്റ്റാറിന്റെ മൂവി എന്ന് പറയാൻ കാരണം ഈ മൂവിയുടെ പ്രൊമോഷൻ വർക്ക് കണ്ട എല്ലാവർക്കും അറിയാം. സിനിമയുടെ പ്രൊമോഷനൊക്കെ കാര്യമായിട്ട് നടന്നിട്ടുള്ളത് ഈ ധ്യാന ഫോക്കസ് ചെയ്ത് കേന്ദ്രീകരിച്ചിട്ടായിരുന്നു. അപ്പം പ്രൊമോഷനൊക്കെ നല്ല രീതിക്ക് പോയിട്ടുണ്ട്. നല്ല വ്യൂസ് ആയിരുന്നു പല വീഡിയോസിനും. അപ്പൊ അതൊക്കെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് പുള്ളി കുറേ കാര്യങ്ങൾ തള്ളി മറിച്ചിട്ടുണ്ട്. അപ്പൊ സിനിമ കണ്ടപ്പോൾ എനിക്ക് ആ തള്ളിമറിക്കലൊക്കെ കണ്ട് ഭയങ്കര നിരാശ തോന്നുന്നുണ്ട്. കാരണം ഈ തള്ളിമറിക്കലൊക്കെ കേട്ടാണ് ഞാനും സിനിമ കാണാൻ പോയിട്ടുള്ളത്. അപ്പൊ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, പുള്ളിക്ക് ഇന്റർവ്യൂ സ്റ്റാർ ആയിട്ട് അവിടെ ഇരുന്നാലും ഒരുപാട് ഓഡിയൻസിന് കിട്ടും, നല്ല കയ്യടി വാങ്ങാൻ പറ്റും. പക്ഷെ സിനിമ തൽക്കാലം പുള്ളിക്ക് പറ്റിയ പണിയല്ല. അത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇപ്പം ഈ പ്രാവശ്യം സ്ക്രിപ്റ്റിലേക്ക് വന്നു. മൂന്നാമത്തെ തവണയാണ് സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. പ്രകാശം പരക്കട്ടെ, ലവ് ആക്ഷൻ ഡ്രാമ ഇതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് മൂന്നാമത്തെ സിനിമയിൽ വല്ല മാറ്റവും സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. പഴയ സിനിമകളെക്കാൾ വൻ കഷ്ടത്തിലാണ് ഈ പ്രാവശ്യം സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്റർവ്യൂലൊക്കെ വന്ന് വൻ കൗണ്ടറൊക്കെ അടിക്കുന്ന, വളരെ രസകരമായിട്ട് കഥകളൊക്കെ പറയുന്ന നല്ല സ്റ്റോറി ടെല്ലറാണ്. അപ്പൊ അങ്ങനെ ഭംഗിയായിട്ട് കഥ പറയുന്ന ഒരാൾക്ക് അത് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഈ കഥകളൊന്നും ഏൽക്കാതെ വരുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളിക്ക് തൽക്കാലം സ്ക്രിപ്റ്റും തൽക്കാലത്തേക്ക് പറ്റിയ പണിയല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്നലത്തെ പുള്ളിയുടെ ആ ഒരു പ്രസ് മീറ്റിനകത്ത് വന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒരു മാധ്യമ പ്രവർത്തകൻ പുള്ളിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. കുറച്ച് കാലങ്ങളായിട്ട് മലയാളികൾക്ക് പുള്ളിയുടെ കാര്യത്തിൽ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സംശയമാണ്, വർഷത്തിൽ 5ഉം 8ഉം സിനിമകൾ പൊട്ടിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ നടൻ വീണ്ടും സിനിമയിൽ ഇങ്ങനെ നായകനായിട്ട് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പൊ കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ളതൊക്കെ എല്ലായിടത്തും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്, ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ സാധാരണക്കാരന്റെ ഒരു സംശയമാണ് ഈ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത്. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി വിചാരിക്കുന്ന പോലെ പുള്ളി എല്ലാ മാധ്യമ പ്രവർത്തകരും വന്നിട്ട് ഈ പാപ്പരാസികളൊക്കെ വന്ന് പുള്ളിയെ സുഖിപ്പിച്ച് പതപ്പിച്ച് നിർത്തുന്നത് പോലെ തന്നെ എല്ലാവരും നിർത്തണം എന്ന് പുള്ളി വിചാരിച്ചു കഴിഞ്ഞ് നടക്കില്ല. ഇടയ്ക്കെങ്കിലും ഒരാളെങ്കിലും വന്ന് ചോദിക്കും ഇത്തരം ചോദ്യങ്ങളൊക്കെ. അപ്പൊ പുള്ളിക്ക് ഇത്തരം ചോദ്യങ്ങൾ താങ്ങാനുള്ള കപ്പാസിറ്റി പോലും ഇല്ല. ഭയങ്കര ഇൻടോളറൻസ് ആണ്. പുള്ളി ഭയങ്കരമായിട്ട് അസഹിഷ്ണുത കാണിച്ച് ഈ മാധ്യമ പ്രവർത്തകനോട് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത്രയ്ക്ക് മോശമായിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങളൊന്നും മാധ്യമ പ്രവർത്തകൻ തൽക്കാലം പറഞ്ഞിട്ടില്ല. സ്വാഭാവിക സംശയമല്ലേ. അപ്പൊ പുള്ളിക്ക് അത് ഓക്കെ അല്ലെങ്കിൽ പുള്ളി എന്താ പറയുക, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് എനിക്കിപ്പോ പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു ഒഴിയാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാൻ അറിയാത്ത ആളൊന്നുമല്ല ധ്യാൻ. അപ്പൊ ധ്യാൻ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉത്തരം മുട്ടിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ ധ്യാൻ ഇത്രയും വയലന്റ് ആവേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. സോ ധ്യാന്റെ ഇന്നലത്തെ ആ ഒരു പെർഫോമൻസ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ടുള്ള ഒരു വിയോജിപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സിനിമയിലേക്ക് കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് പ്രൊമോഷൻ വർക്കൊക്കെ. അപ്പൊ ധ്യാൻ അതിനകത്ത് പറയുന്നുണ്ട്, ശ്രീനിവാസൻ അച്ഛനായിട്ടുള്ള ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ച് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ പുള്ളി അഭിനയിക്കാൻ വന്നു, അതാണ് ധ്യാന്റെ കോൺഫിഡൻസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി. ഇതാണോ ശ്രീനിവാസൻ ഇത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞ സിനിമ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. വളരെ വളരെ മോശമായിട്ടുള്ള സ്ക്രിപ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. ഈ ഇന്റർവ്യൂവിൽ വന്ന് കൗണ്ടർ അടിക്കുന്ന ഒരാൾക്ക് സ്ക്രിപ്റ്റിൽ എന്തുകൊണ്ടാണ് തമാശകളൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റാത്തത്? കാരണം ഒന്ന് മാത്രമാണ്, ഒരു സ്ക്രിപ്റ്റിന്റെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ തമാശകൾ അത്തരം ഇതിലേക്ക് കൊണ്ടുപോകാനോ ഉള്ള കപ്പാസിറ്റി ധ്യാൻ എന്ന് പറയുന്ന വ്യക്തിക്കില്ല. പുള്ളിക്ക് നടൻ എന്ന നിലയ്ക്കാണെങ്കിൽ പോലും, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്കാണെങ്കിൽ പോലും, റൈറ്റർ എന്ന നിലയ്ക്ക് പോലും പുള്ളിക്ക് കാര്യമായിട്ട് ഇതൊന്നും കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഇല്ല. സിനിമയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് ബാച്ചിലർ പാർട്ടിയുടെ ഒരുക്കങ്ങളൊക്കെയാണ്. ഇപ്പൊ തുടക്കത്തിൽ ധ്യാൻ കാണിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇയാള് ഒരു 2 മക്കളുടെ അച്ഛനായിരിക്കും, കുടുംബസ്ഥനൊക്കെ ആയിരിക്കുന്നത്. ധ്യാന്റെ ലുക്ക് ആണെങ്കിലും ധ്യാന്റെ മുഖഭാവം ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിലേറ്റവും അത്ഭുതം തോന്നിയ കാര്യം ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്ത ആള് ധ്യാനാണ്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ എഴുതുന്ന കഥാപാത്രത്തെ കുറിച്ച് ഏറ്റവും ഭംഗിയായിട്ട് അറിയാം അയാൾക്കാണ്. ഇപ്പം ഞാൻ കഥ എഴുതുന്ന ആളാണ്, കവിത എഴുതുന്ന ആളാണ്. അപ്പൊ ഞാൻ എഴുതുന്ന കഥയിലെ കഥാപാത്രങ്ങളെ കുറിച്ച് ഏറ്റവും ഭംഗിയായിട്ട് അറിയാൻ എനിക്കാണ്, അയാളുടെ ഓരോ നിമിഷങ്ങളെ കുറിച്ചും. അതുപോലെ തന്നെ ആയിരിക്കും ധ്യാന്റെ കാര്യത്തിൽ ഇവിടെ സംഭവിക്കുക. പക്ഷെ ആ അറിയുന്ന ധ്യാൻ ഉണ്ടല്ലോ, കഥാപാത്രമായിട്ട് അയാൾ എഴുതി വെച്ച കഥാപാത്രമായിട്ട് തന്നെ അയാൾ വന്നിട്ട് പോലും അയാൾക്ക് ഒന്നും അഭിനയിക്കാൻ പറ്റുന്നില്ല. ആ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നതിന്റെ ഒരു പകുതി പോലും ഇയാളുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നും വരുന്നില്ല. ഒന്നും ചെയ്യാനില്ലാണ്ട് ധ്യാൻ തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ ഒരുമാതിരി ഉഴപ്പി പിള്ളേരെ ഉണ്ടാവുമല്ലോ സ്കൂളിലൊക്കെ, ആ ഒരു അവസ്ഥ പോലെ ധ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് സിനിമ കുറച്ച് മുമ്പോട്ട് പോവാണ്. ധ്യാന്റെ ഫ്രണ്ട്സ് ആയിട്ട് ജീവ വരുന്നുണ്ട്, ദിവ്യദർശൻ വരുന്നുണ്ട്. അപ്പൊ ഇവര് 3 പേരും ചേർന്നുള്ള സൗഹൃദങ്ങളും അവരുടെ ആ ഒരു സുഹൃത്ത് ബന്ധവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഒന്നും ഏൽക്കുന്നില്ല. ഒരു ബന്ധത്തിന്റെ ഡെപ്ത് എന്താണെന്ന് പോലും സ്ക്രിപ്റ്റിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ കുറെ കോമഡികൾ കാണിക്കുന്നുണ്ട്. വൻ ചളി പരിപാടിയാണ്, അതും ഏൽക്കുന്നില്ല. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നവരേക്ക് ഇവരുടെ വൻ വെറുപ്പിക്കലാണ്. ഇതിനകത്ത് ഭയങ്കര ക്ലീഷ ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ മാക്സിമം പറ്റാവുന്നിടത്തോളം വെറുപ്പിക്കുന്നുണ്ട്. ഒരു കോമഡി പോലെ ഏൽക്കാണ്ട് ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ
ഏത് നേരത്താണ് ഇതൊക്കെ കണ്ടിരിക്കാൻ തോന്നുന്നുള്ള അവസ്ഥ വരും. സെക്കൻഡ് ഹാഫിലാണ് സിനിമയിൽ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ അനക്കങ്ങൾ വരുന്നത്. അജു വർഗീസും രമേഷ് പിഷാരടിയും വരെയാണ്. കോമഡി സിനിമയായിട്ട് ഇറക്കിയിട്ട് പോലും തിയേറ്ററിനകത്ത് കാര്യമായിട്ട് ചിരിപ്പിക്കാൻ പറ്റിയിട്ടുള്ളത് രമേഷ് പിഷാരടിക്ക് മാത്രമാണ്. പുള്ളിയുടെ 2-3 സംഭവത്തിനൊക്കെ കോമഡി കാര്യങ്ങൾക്കൊക്കെ ആളുകൾക്ക് നന്നായിട്ട് ചിരിക്കാൻ പറ്റിയിട്ടുണ്ട്, എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അജു വർഗീസിന്റെ കാര്യം, പുള്ളി കോമഡി ചെയ്യുന്നെങ്കിലും പണ്ടത്തെ പോലെ പരിപാടികളൊന്നും ഏൽക്കുന്നില്ല. പണ്ടൊക്കെ അജു വർഗീസിന്റെ കോമഡി ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഭയങ്കര മസിൽ പിടിച്ച് പുള്ളി ഇപ്പൊ ഇന്റർവ്യൂലൊക്കെ വന്നിരിക്കുന്ന അതേ ഭാവത്തോടു കൂടി വളരെ സീരിയസ് ആയിട്ടാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അജുവിന്റെ അടുത്ത് ആ ഒരു കോമഡി സംഭവങ്ങൾ ഏൽക്കാത്ത അവസ്ഥയായിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ മാത്രം ചെയ്യാൻ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ ആ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞ ഒരാളായി മാറിയിട്ടുണ്ട് അജു വർഗീസ്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ കൊണ്ടുപോകുന്നു. സിനിമ ഇങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ വെറുപ്പിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ എങ്ങനെയൊക്കെയോ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോവാണ്. അതിനിടയിൽ സിനിമയുടെ ക്ലൈമാക്സ് ആവുന്ന സമയത്താണ് നമ്മുടെ ശ്രീനിവാസൻ വരുന്നത്. ഗസ്റ്റ് റോളാണ്. പക്ഷെ ഇതിനകത്ത് പുള്ളി വന്നിട്ട് പുള്ളിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, പേഴ്സണലി എനിക്കുണ്ടല്ലോ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവച്ചെന്നൊക്കെ തോന്നിപ്പോയി. അതായത് ശ്രീനിവാസനെ പോലൊരു ആക്ടർ വന്നിട്ട് ഇതിനകത്ത് പുള്ളിക്ക് ഒന്നും ചെയ്യാനില്ല, നമ്പർ 1. പിന്നെ അടുത്ത കാര്യം, ഇതിനകത്ത് ധ്യാന്റെ അച്ഛനായിട്ടാണ് പുള്ളി വരുന്നത്. ധ്യാന്റെ ക്യാരക്ടർ ഇതിനകത്ത് എടുക്കുന്ന കുറെ എഫേർട്ടുകളുണ്ട്. ആക്ച്വലി പുള്ളിയുടെ ഇൻഫ്ലുവൻസ് വെച്ച് പുള്ളിയുടെ അച്ഛൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുള്ളിക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സംഭവം ഉണ്ടായിരുന്നുള്ളൂ. അത് കൊണ്ടുപോയിട്ടാണ് പുള്ളി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഒരുപാട് റിസ്ക് ഒക്കെ ഏറ്റെടുത്ത് ഒരുപാട് പ്രശ്നങ്ങളോട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് പുള്ളിക്ക് എപ്പം വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പ്രശ്നമായിരുന്നു. ഇതൊരാളുടെ ലൈഫിൽ റിയൽ ആയിട്ട് ഉണ്ടായ കാര്യത്തെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയ മൂവി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതുപോലും വിശ്വസനീയമല്ലാത്ത രീതിയിലാണ് സിനിമയിൽ പല കാര്യങ്ങളും കാണിക്കുന്നത്. പിന്നെ ധ്യാന്റെ അഭിനയത്തെക്കുറിച്ചും പറയണം. ഈ ധ്യാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പെർഫോം ചെയ്യാനില്ല. പെർഫോം ചെയ്യാനൊക്കെ ഉണ്ട്, പക്ഷെ പുള്ളിയെ കൊണ്ട് അതൊന്നും നടപടിയാവുന്നില്ല. പുള്ളി ഇതിനകത്ത് മദ്യപിച്ച് ഫിറ്റായിട്ട് നിൽക്കുന്ന സംഭവത്തിനകത്ത് പോലും ഒരു ഭാവവ്യത്യാസം വരുന്നില്ല. പുള്ളി ഇങ്ങനെ ചുമ്മാ അങ്ങനെ വടി പോലെ നിൽക്കുകയാണ്. അപ്പൊ അത് ധ്യാന്റെ കയ്യിൽ നിന്ന് അഭിനയം മൊത്തത്തിൽ പാളിപ്പോയ വർക്കാണ്. അവസാനം വരയ്ക്കും ഇതാണ്. പിന്നെ ജ്ഞാപകം പോലുള്ള പാട്ടൊക്കെ വെച്ച് കോമഡി ഒക്കെ ചെയ്തിട്ടുണ്ട്. അതും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ധ്യാന്റെ അഭിനയം കൊള്ളാത്തത് കൊണ്ട് തന്നെ ആ ഒരു കോമഡി ഏറ്റില്ല എന്ന് മാത്രമല്ല, മൊത്തത്തിൽ ഒരു IIF ഫീൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമ അങ്ങനെ പോയിട്ട് സിനിമയുടെ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും നമ്മുടെ വീണ വരികയാണ്. യുവനടിയായിട്ടുള്ള വീണ വന്നിട്ട്, വീണ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. വീണ വന്ന് അയ്യോ, അത് ഭയങ്കരമായിട്ടുള്ള ഒരു വെറുപ്പിക്കൽ ക്യാരക്ടറായിരുന്നു വീണയുടെ. അഭിനയം എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കുകയാണെന്ന് വിളിച്ചറിയിച്ചിട്ടുള്ള ഒരു അഭിനയമില്ലേ, അമ്മാതിരി അഭിനയമായിരുന്നു. അപ്പൊ വീണയുടെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പാളിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീണയുടെ അഭിനയം കണ്ടപ്പോൾ എനിക്ക് തിങ്കളാഴ്ച നിശ്ചയമല്ല, തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ റിമി ടോമിയുടെ ഒക്കെ ആ ഒരു വെറുപ്പിക്കൽ അഭിനയം ഉണ്ടായിരുന്നു. അപ്പൊ അതിനോട് കിടപിടിക്കുന്ന ഗംഭീരമായിട്ടുള്ള വെറുപ്പിക്കൽ അഭിനയമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ സിനിമ അങ്ങനെ വെറുപ്പിച്ച് കൊണ്ടുപോയി എങ്ങനെയൊക്കെ അവസാനിപ്പിച്ചു. പക്ഷെ അതിനേക്കാൾ വലിയ വെറുപ്പിക്കലായിരുന്നു ഇതിന്റെ 2ാം ഭാഗം കൂടി വരുന്നു എന്നുള്ളൊരു തരം അനൗൺസ്മെന്റ്. അപ്പൊ അത് ഭയങ്കരമായിട്ടുള്ള വെറുപ്പിക്കലായി തോന്നി. 1ാം ഭാഗം സഹിക്കാൻ വയ്യ, അപ്പോഴാണ് 2ാം ഭാഗം. അതിനകത്ത് ജീവയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ കേട്ടോ. ജീവ നല്ല അഭിനയമായിരുന്നു, പക്ഷെ കോമഡികളൊന്നും ഏറ്റില്ലെങ്കിലും ജീവയുടെ ആ ഒരു ക്യാരക്ടർ ജീവ കൊണ്ടുപോയത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദിവ്യദർശൻ കുഴപ്പമില്ലാണ്ട് ചെയ്തു. പക്ഷെ ജീവയുടെ തന്നെയാണ് ആ ഒരു 3 പേര്, ധ്യാൻ, ദിവ്യദർശൻ, ജീവ, അതിൽ ഏറ്റവും മുമ്പിട്ട് നിൽക്കുന്നത്. വളരെ ഈസി ആയിട്ട് വളരെ ലാഘവത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്ത സ്ക്രിപ്റ്റാണ്. അപ്പോൾ ആ സ്ക്രിപ്റ്റിനെ ഒന്നും കൂടി നല്ല രീതിക്ക് ആക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഡയറക്ടർക്ക് നന്നായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ പറ്റുമായിരുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. പക്ഷെ അതിനെയൊക്കെ പരിഹരിച്ച് കുറച്ചും കൂടി മികച്ചതാക്കാൻ വിഷ്വലൈസ് ചെയ്ത് മാറ്റാൻ പറ്റുമായിരുന്നു. പക്ഷെ ഡയറക്ടറിനും അത് പറ്റിയിട്ടില്ല. സിനിമയുടെ GOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അഖിൽ ജോർജ് ആണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സംഭവം വർക്കൊന്നും ഇതിനകത്ത് പറയാനില്ല. വിനയൻ MC ആണ് എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. അതും കാര്യമായിട്ടൊന്നും പറയാനില്ല. ഈ സിനിമ എന്താണോ അതിനനുസരിച്ചുള്ള ഒരു എഡിറ്റിംഗ് മാത്രമാണ്. പശ്ചാത്തല സംഗീതം ചെയ്തിട്ടുള്ളത് ആനന്ദ് മധുസൂദനനാണ്. അത് എനിക്ക് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. ഈ സിനിമ കുറച്ചെങ്കിലും ഒരു ഫൺ മൂവിയാണെന്നുള്ളത് തോന്നിക്കുന്നത് പലപ്പോഴും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ളതുകൊണ്ട് മാത്രമാണ്. പ്രത്യേകിച്ചും ഒരു പോലീസ് സ്റ്റേഷൻ രംഗമൊക്കെ വരുന്ന സമയത്ത് ഇതൊരു ഫൺ മൂവി എന്നുള്ള ഫീൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ളത് കൊണ്ട് മാത്രമാണ് കിട്ടിപ്പോയിട്ടുള്ളത്. സോ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് വർക്കായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പം ധ്യാൻ ശ്രീനിവാസന്റെ പാളിപ്പോയ ഒരു വർക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തിരക്കഥയിലും ധ്യാൻ ശ്രീനിവാസൻ വീണ്ടും കഴിവുകേട് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അഭിനയത്തിന്റെ കാര്യത്തിൽ വളരെ വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ധ്യാൻ ശ്രീനിവാസൻ ഈ ഒരു രീതി മാറ്റി പിടിച്ചില്ലെങ്കിൽ, ധ്യാൻ എന്ന് പറയുന്ന നടനെ കുറിച്ചാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്, ധ്യാൻ എന്ന് പറയുന്ന നടൻ ഈ രീതിയൊക്കെ മാറ്റി പിടിച്ചില്ല എങ്കിൽ കരിയറിൽ വൻ ഫ്ലോപ്പുകൾ ഇനിയും പ്രേക്ഷകർ കാണേണ്ടി വരും. അതിന് ചിലപ്പം പലരും ചോദ്യം ചെയ്തെന്നും വരും. അപ്പം ധ്യാന് പലപ്പോഴും ഇൻടോളറൻസ് കാണിക്കേണ്ടി വരും. സോ എടുക്കുന്ന സിനിമകളിൽ സ്ക്രിപ്റ്റ് ആണെങ്കിലും ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ കുറച്ചും കൂടി നന്നാക്കി കഴിഞ്ഞാൽ അത് കാണുന്ന പ്രേക്ഷകർക്ക് നല്ലതാണ്. ധ്യാന്റെ ഫ്യൂച്ചർ ഭാവിക്കും കുറച്ച് നല്ലതാണ്, സിനിമ ഭാവിക്കും.